വാല്യൂ അഡീഷൻ നൽകിക്കൊണ്ടുള്ള ഫോളോ അപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർക്കും വ്യക്തിപരമായിട്ട് നമ്മളെയോ നമ്മുടെ സ്ഥാപനത്തിനെയോ ഒന്നും ഇഷ്ടമല്ല. നമ്മളെയോ നമ്മുടെ സ്ഥാപനത്തിനെയോ അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് അവർ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റാണ്. അത് നമ്മളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കോമ്പറ്റീറ്ററുടെ കാര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ നോളേജ് നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ അത് കസ്റ്റമർ വാച്ച് ചെയ്യും. അതല്ലാതെ ഫോണിൽ വിളിച്ചിട്ട് സാറേ തീരുമാനമായോ എന്ന് ചോദിക്കുകയോ നമ്മുടെ സ്വന്തം ബ്രോഷർ സ്ലൈഡ്സ് ഒക്കെ അയച്ചയച്ച് ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നറിയോ? നമ്മളെ കസ്റ്റമർ ആർക്കൈവ് ചെയ്ത് കളയും. അതായത് വാട്സപ്പിൽ നമ്മുടെ കോൺടാക്റ്റിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ടോപ്പ് എൻഡിൽ റൈറ്റ് സൈഡിൽ താഴത്തേക്കൊരു ആരമുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആർക്കൈവ്ഡായി. പിന്നെ നമ്മൾ അയക്കുന്ന ഒന്നും ഈ കസ്റ്റമർ കാണത്തില്ല. പോയില്ലേ? അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നോളജ് ലെവലിൽ അദ്ദേഹത്തിൻ്റെ ആ നോളജ് ലെവലിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ ആവശ്യമായ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി അവിടെ മറ്റൊരു തമാശയുണ്ട്. പൊതുവേ റെഗുലാരിറ്റി ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. റെഗുലറായിട്ട് ചെയ്യുക. ഇവിടെ ഇറഗുലാരിറ്റിയാണ് ഗുഡ് ക്വാളിറ്റി. ഡെയിലി അയച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അവർ ഡിസ്റ്റർബൻസ് പോലെ കണ്ട് കസ്റ്റമർ നമ്മളെ പിടിച്ച് ആർക്കൈവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലർ ബ്ലോക്കൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ആവരുത്. വാട്സപ്പിലൂടെയുള്ള ഫോളോ അപ്പിലൂടെ കസ്റ്റമറുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോഴാണ് കസ്റ്റമർ അയാൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ ഒപ്പം നമ്മളെയും കൂടി ഇഷ്ടപ്പെടുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സെയിൽസ് കിട്ടുക. ഇതാണ് വാല്യൂ ഡ്രിവൺ ഫോളോ അപ്പ് എന്നും ഇതിന് പറയാറുണ്ട്. വാല്യൂ ആഡഡ് ഫോളോ അപ്പ്. വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്തുകൊണ്ടാണ് വാല്യൂ ഡ്രിവൺ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇത് ഏറ്റവും വിജയകരമായൊരു ഫോളോ അപ്പ് സംവിധാനമാണ്.